അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കും. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആ വലിയ ഉപനിധി നമ്മൾ മുറുകെ പിടിക്കുന്നവരാകണം. മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജനം മരുഭൂമിയിൽ മത്സരിച്ചതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. ഇത് നമുക്ക് ഒരു മുന്നറിയിപ്പായി വെച്ചിരിക്കുന്നു എന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുകയും കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ചിന്തിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന്, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ കാഠിന്യപ്പെടുത്തുവാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ഹൃദയം മെഴുകുപോലെ ഉരുകുവാനുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഏത് പാറയെയും തകർക്കുവാൻ കഴിയുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. വനങ്ങളെ തോലുരിക്കുന്നു, മാൻപേടകളെ പ്രസവിപ്പിക്കുവാനാക്കുന്നു. അത് ഹൃദയങ്ങളിലേക്കും സന്ധി മഞ്ചകളിലേക്കും ആഴ്ന്ന് ഇറങ്ങുവാൻ പര്യാപ്തമാണ്. ആഴങ്ങളെ ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഇത് നമ്മൾ കേട്ടിട്ട് നമ്മെ തന്നെ ചതിക്കുന്നവരാകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തിനമ്മേ എന്നെ തല്ലുന്നു, ഞാൻ ചൊവ്വാകയില്ല, ആഴിലമ്മേ കൈകളയാതെ. ഒരു കൊച്ചനെ തല്ലിയപ്പോൾ അവൻ തിരിച്ചു പാടിയതാണ്. എത്ര എന്നെ തല്ലിയെന്ന് പറഞ്ഞാലും ഞാൻ ശരിയാകാൻ പോകുന്നില്ല. ദൈവമക്കൾ ആ നിലവാരത്തിലായിരിക്കുവാനല്ല. ദൈവത്തിന്റെ വചനത്തോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന അമൂല്യ നിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്ന കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. പത്രോസ് പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്ക് എന്ത് സംഭവിച്ചെന്നാണ്? അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയായി തീർന്നു. അങ്ങനെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ അവരെന്താ ചെയ്തത്? ഉടനെ ഒരു പത്രോസിനോട് തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഹൃദയം നമ്മൾ കഠിനപ്പെടുത്തുന്നത് കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ അകലപ്പെടുകയാണ്. ദൈവത്തിന്റെ വചനം ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മുടെ കാഠിന്യമുള്ള ഹൃദയം മാർദ്ദവമുള്ളതായി തീരണം. നമ്മുടെ കഠിനമായ ഹൃദയം അലിയുന്ന ഹൃദയമായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പല വേദഭാഗങ്ങൾ മനുഷ്യരെ ഹൃദയം കഠിനപ്പെടുത്തിയതിനെ കുറിച്ച് ഒന്ന് വായിച്ച്. പ്രവർത്തന പുസ്തകം 7-ാം അധ്യായം 51-ാം വാക്യം ഒന്ന് വായിച്ച്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറച്ചു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കല്ലെറിയാതിരുന്നിട്ടുണ്ട്. നോക്കൂ, ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു ചോദിക്കുകയാണ്. പലപ്പോഴും ഇതിന്റെ അതേ അർത്ഥത്തിലും ആഴത്തിലുമല്ലെങ്കിലും നമ്മുടെ മേലെല്ലാം ഉള്ള ചോദ്യമാണ്. ദൈവത്തിന്റെ വചനത്തെ അത് ധാരാളമായി നമുക്ക് ലഭ്യമാകുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായി കാണുന്ന അനുഭവം ഒരിക്കലും ഉണ്ടാകുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ നമ്മൾ കീഴ്പ്പെടുത്തുന്നവരാകണം. ഇന്ന് വാക്കാലം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഫറവോനെ കുറിച്ച് നമുക്കറിയാം. അവൻ സ്വയം അവന്റെ ഹൃദയം കഠിനപ്പെടുത്തി. ദൈവം അവന്റെ അവനെ ഹൃദയ കാഠിന്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവൻ സ്വയം അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയാലും ദൈവം അവന്റെ ഹൃദയത്തെ കാഠിന്യത്തിൽ ഏൽപ്പിച്ചാലും ശരി, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അവന്റെ അന്ത്യം എങ്ങനെയായിരുന്നു? ദുരന്തമായിരുന്നു. ആര് ദൈവത്തിന്റെ വചനത്തോട് വിഘടിച്ച്, ആര് ദൈവത്തിന്റെ ആലോചനയോട് മറുതലിച്ച് ഹൃദയ കാഠിന്യമുള്ളവരായി തീരുന്നുവോ അവരൊരിക്കലും ദൈവത്തിന്റെ കൈകളിൽ നിന്ന് തെറ്റിയൊഴിയുകയില്ല എന്നാണ് ചരിത്രം അല്ലെങ്കിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കുക, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ കർത്താവിന് നമ്മുടെ ഇടപാടുള്ളത് ഇന്നാണ്. ഈ ദിവസം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ്. എന്തുകൊണ്ട് ഈ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു ദിവസമാണ്.
വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു വർത്തമാനകാല സമയം മാത്രമാണ്. കഴിഞ്ഞ ഒരു ദിവസം എന്നേക്കുമായി നമ്മെ വിട്ടുപോയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ നാളെ എന്താണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നിക്കോദീമോസിനോട് നമ്മൾ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ കർത്താവ് ഇന്നത്തെ ദിവസം നമ്മോട് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട് മഹാനായ D.L. മൂഡിയെ കുറിച്ച്. D.L. മൂഡി ഒരിക്കൽ ചിക്കാഗോയിൽ തുറമാനമായ ഒരു സുവിശേഷ പ്രസംഗ യോഗം നടത്തി. അതിന് ഒരു ദിവസത്തെ യോഗത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ, ഇന്ന് ഞാൻ പ്രസംഗിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം, വിചിന്തനം ചെയ്യണം. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ നാളെ മടങ്ങി വരണമെന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ചരിത്രപ്രസിദ്ധമായ ചിക്കാഗോ അഗ്നി അന്ന് രാത്രിയിൽ ചിക്കാഗോ പട്ടണത്തിൽ ആളിപ്പടരുവാനിടയായി തീർന്നു. നൂറുകണക്കിന് മനുഷ്യർ, തന്റെ പ്രസംഗം കേട്ട മനുഷ്യർ ഒരു തീരുമാനമെടുക്കാതെ ലോകത്തോട് യാത്ര പറയുവാനിടയായി തീർന്നു. ഇന്നത്തെ ദിവസം സുപ്രധാനമായ ദിവസമാണ്. ഇന്നാകുന്നു സുപ്രധാന കാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. ഹല്ലേലൂയ. ഈ ദിവസം ദൈവത്തിന് നിന്നോട് ഇടപാടുണ്ട്. ഇന്ന് കേൾക്കാനും ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അവന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കുവാനാണ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബിയിലെ പോലെ, മരുഭൂമിയിൽ മസ്താനാദിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കാഠിന്യപ്പെടുത്തരുത്, കഠിനമുള്ളതാക്കരുത്. നോക്കൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായ കർത്താവ് ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. നമ്മുടെ കർത്താവിന് നമ്മോട് ഇടപാടുള്ളത് ഇന്നാണ്. കർത്താവ് എത്ര അത്ഭുതകരമായി തന്റെ ജനത്തെ പോഷിക്കുന്നു, എത്ര അത്ഭുതകരമായി തന്റെ ജനത്തിന് വിടുതൽ അയക്കുന്നു. ഇത് വായിച്ച പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടുകൊള്ളുകയും. ഇന്ന് രക്ഷ, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയെല്ലാം ഇന്നാണ്. നമ്മളെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുന്നവരാ. നമ്മുടെ എല്ലാം ജീവിതത്തിലെ പരാജയം നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ നാളത്തേക്ക് മാറ്റിവെക്കുന്നതാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും നമ്മൾ ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കിടക്കുകയാണ്. ഒരു പറ്റിയിറക്കൽ അവന്റെ അപ്പനോട് ചോദിച്ചു, പ്രോക്രാസ്റ്റിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉടനെ അപ്പൻ അവനോട് പറഞ്ഞു, ഐ വിൽ ടെൽ യു ടുമോറോ. ഇങ്ങനെയാണ് നമ്മളിൽ പലരും. നോക്കൂ, എല്ലാം മാറ്റിവെക്കുകയാണ്. നമ്മൾ മാറ്റിവെക്കുകയാണ്. പ്രാർത്ഥന നമ്മൾ മാറ്റിവെച്ചിട്ടില്ലേ? കൂട്ടായ്മ നമ്മൾ മാറ്റിവെച്ചിട്ടില്ലേ? ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യാം എന്ന് തീരുമാനിച്ച അനേക കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ടില്ലേ? തിരുവഴുത്ത് നമ്മോട് പറയുന്നത് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുകയും. ജോലി ലഭ്യമാകേണ്ട സമയത്ത് എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. പ്രമോഷൻ ലഭ്യമാകേണ്ട സമയത്ത് എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. അമേരിക്കയിലേക്ക് വരുവാൻ വീസ ലഭ്യമാകേണ്ട സമയത്ത് എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടമായി കിടക്കുന്നുവോ അത് ഇന്ന് ഞാൻ വീട്ടിൽ വന്ന് തീരുമാനിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. നാളത്തേക്ക് മാറ്റിവെക്കുവാനുള്ള, ഞാൻ ചെയ്യുവാനുള്ള നന്മ, ഞാൻ ചെയ്യുവാനുള്ള പ്രാർത്ഥന, ഞാൻ കയറുവാനുള്ള ഭവനം, അത് ഞാൻ നാളത്തേക്ക് മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അത് ഞാൻ ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ രക്ഷ ഇന്ന് പകർക്കാലം അയക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവത്തോട് നാം എന്ന് കടപ്പെട്ടിരിക്കുന്നുവോ അത് ചെയ്യുവാൻ നമ്മൾ എത്രത്തോളം മനസ്സുള്ളവരായിരിക്കുന്നുവോ അതേ താല്പര്യമാണ് നമ്മുടെ കാര്യത്തിൽ സർവശക്തനായ ദൈവത്തിനുള്ളത്. തിരുവഴുത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ പരമ പ്രാധാന്യമില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് താല്പര്യം വരാൻ എന്താണ് കാര്യം? ഹല്ലേലൂയ. നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ച്, എബ്രായലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഇന്ന് എന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിച്ചുകൊള്ളുക. നോക്കൂ, അപ്പോൾ ഹൃദയ കാഠിന്യം എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതെങ്ങനെ ഉണ്ടാകുന്നുവെന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. പാപം നമ്മെ ചതിക്കുകയാണ്. പിശാച് നമ്മെ വഞ്ചിക്കുവാനിടയാകരുത്, പിശാച് നമ്മെ ചതിക്കുവാനിടയാകരുത്.
പാപത്തിന്റെ വഞ്ചനയിൽ നമ്മൾ വീണുപോകുവാൻ ഇടയാകരുത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം എന്ത് ചെയ്യണമെന്ന, നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളീൻ. ഹല്ലേലൂയ. എന്താ കാര്യമെന്നറിയാമോ? സഭയിൽ പറയുന്ന പ്രബോധനമല്ല, വിവിധ നിലകളിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രബോധിപ്പിച്ച് ആത്മീകരായി നിലനിർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ അവരെ എഴുതിത്തള്ളി പറഞ്ഞയക്കുവാനല്ല, മറിച്ച് ആത്മീകരെന്നുള്ള നിലയിൽ അവർക്ക് ആത്മീകമായ പ്രബോധനം നൽകി അവരെ നമ്മൾ നിലനിർത്തുന്നവരാകുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അന്യോന്യം ചെയ്യേണ്ട അനവധി കാര്യങ്ങൾ, ഏറ്റവും കുറഞ്ഞത് ഒരു 25 കാര്യങ്ങളെങ്കിലും തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. ഒന്ന് വായിച്ച് പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ച്. ഇതാ പൗലോസ് എഫെസോസിലെ ജനങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. എന്താ താൻ പ്രബോധിപ്പിച്ച് പറയുന്നത്? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസത്തിൽ നിന്ന് നമ്മൾ തെറ്റി കഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും ഞാൻ വളരെ തീക്ഷ്ണതയോടുകൂടെയാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും ഞാൻ വളരെ മെച്ചമായ നിലവാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസം കൈമോശം വന്നിട്ടുണ്ട്, നമ്മുടെ ഭക്തി കൈമോശം വന്നിട്ടുണ്ട്, നമ്മുടെ വിശുദ്ധ ജീവിതം കൈമോശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, എഫെസോസിലെ വിശ്വാസികളെ ഓർമ്മിപ്പിച്ച് ഉണർത്തി പ്രബോധിപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്ത്? ഒന്നാമതായി വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. അടുത്ത വാക്യം, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണ്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി നമുക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അനവധി പോരാട്ടങ്ങൾ, അനവധി പരീക്ഷകൾ, അനവധി വെല്ലുവിളികൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നേരെ വരും. അപ്പോൾ വിശ്വാസം ത്യജിച്ചിട്ട് നമ്മൾ ഓടുന്നവരാകുവാനല്ല, പിന്നെ എന്ത് വേണം? വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാകുവാൻ മാത്രമല്ല, ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ എവിടെ പ്രവേശിക്കേണ്ടവരാണ്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണെന്ന് ഓർത്ത് പൗലോസ് അവരെ ഉണർത്തിക്കുകയാണ്. എന്തിനാ നമുക്ക് കൂട്ടായ്മ? എന്തിനാ നമുക്ക് കൂട്ടായ്മ? എന്തിനാ നമുക്ക് ആരാധന? എന്തിനാ അവിടെ നമുക്ക് വചന ശുശ്രൂഷ? ഇതെല്ലാം ആരാധന തൊഴിലായിട്ട് അവർ ചെയ്യുന്നതായിട്ടൊക്കെ പാർട്ടി വലിയല്ലേ? അത് ഭംഗിയായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കട്ടെ, പഠിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് പ്രസംഗിക്കട്ടെ, കാശ് വാങ്ങിക്കുന്നതല്ലേ? നോക്കൂ, ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഓരോ ദിവസവും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥായിയായി പതിഞ്ഞ് പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പോരാട്ടങ്ങളുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാകുവാൻ നാം അന്യോന്യം പ്രബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കൂട്ടു സഹോദരന് അപജയം സംഭവിച്ചാൽ, ഒരു പരാജയം ഉണ്ടായാൽ, അവർക്ക് തോൽവി സംഭവിക്കുന്നതെന്ന് തോന്നിയാൽ കരയ്ക്ക് കാഴ്ചക്കാരനായിട്ട് എന്താണ് സംഭവിക്കണമെന്ന് പറയുന്നവനല്ല യഥാർത്ഥ വിശ്വാസി. മറിച്ച് അവനെ പ്രബോധിപ്പിച്ച് ഉണർത്തുന്നവനാകണം, അവനെ നിലനിർത്തുന്നവനാകണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന വാക്യമാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അപ്പൊ പ്രബോധിപ്പിക്കുകയാണ് ഓരോ ദിവസവും. ഇന്ന് എന്ന് പറയുന്നിടത്തോളം ഈ പ്രബോധനത്തിൽ എന്തുണ്ട്? വളരെയേറെ പ്രാധാന്യമുണ്ട്. എത്ര സമയം നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുന്നുണ്ട്? ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ ദൈവവചനം വായിക്കാനായിട്ട് എടുക്കുന്നുണ്ട്? അയവൊക്കെ കുഴപ്പമാകും. നോക്കൂ, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരാകണം. ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണമെന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം
വർഷം മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോഴത്തെ കാര്യമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അങ്ങനെയായിരുന്നു എന്നല്ല. ഈ ദിവസം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട്, അവന്റെ വചനത്തോട്, അവന്റെ ജനത്തോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യൂദായുടെ ലേഖനം 3-ാം വാക്യം ഒന്ന് വായിച്ച്. യൂദ തന്റെ ലേഖനം എഴുതിയതിന് ന്യായീകരണമായി പറയുകയാണ്. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ നോക്കൂ. അപ്പോൾ ഈ ലേഖനം നമുക്ക് ലഭ്യമാക്കുവാൻ ഇത് അനായാസമായി ഇങ്ങ് പോരുകയായിരുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ കേൾവിച്ചതനുസരിച്ച് താൻ എഴുതുകയാണ്. നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന പോരാടണം. നോക്കൂ. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പോരാട്ട ജീവിതമാണ്. ഒരുപക്ഷെ മറ്റ് സഭക്കാരനില്ലാത്ത, മറ്റ് സമുദായക്കാരനില്ലാത്ത, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു മനുഷ്യനില്ലാത്ത പോരാട്ടവും വെല്ലുവിളിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾ ജോലി ചെയ്ത് നോക്കാത്തത് കൊണ്ടല്ല, നമ്മൾ മടിയരായതുകൊണ്ടല്ല. നിന്റെ വിശ്വാസം തന്നെ നിന്റെ മേലിൽ ലോകം പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ ജയശാലികളായി തീരുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ വലിയൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ വലിയൊരു ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവരാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിന്റെ അടിമകളല്ല ദൈവമക്കൾ. അവര് വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി പോകുമ്പോൾ അവരെ അതിൽ നിന്ന് തകർത്ത് കളയുന്ന പൈശാചികമായ പോരാട്ടങ്ങളിൽ നിന്ന് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. അപ്പോൾ പ്രബോധനം ആവശ്യമാണ്. എന്തിനു വേണ്ടി? പോരാട്ടത്തിലായിരിക്കുന്ന ദൈവജനത്തെ ശക്തിയോടുകൂടെ മുന്നേറുവാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ദൈവ വചനത്തിലുള്ള പ്രബോധനമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നാൾതോറും പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. അന്യോന്യം പ്രബോധിപ്പിക്കുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അന്യോന്യമുള്ള നമ്മുടെ പ്രബോധനം ആവശ്യമനുസരിച്ച് ബലഹീനനായ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, രോഗിയായി കഴിയുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, ആവശ്യത്തിലായിരിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, പ്രശ്നത്തിലായിരിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, ഞാനിതൊന്നും കണ്ടില്ല, ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ ഈ നാട്ടുകാരനുമല്ല എന്ന് പറഞ്ഞു പോകുന്നവനല്ല. അവനെ പ്രബോധിപ്പിച്ചുണർത്തുക, അവനുവേണ്ടി മധ്യസ്ഥത അടയ്ക്കുക, അവനുവേണ്ടി പ്രാർത്ഥിക്കുക. അതിനാണ് കർത്താവ് നമ്മെ ഒരു കൂട്ടായ്മ ബന്ധത്തിലാക്കിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തർഹാലൂയ. കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു കടലാസിൽ ഒപ്പിടുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മളൊരു പേപ്പറിൽ ഒപ്പിടുകയാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്, ഞാൻ ഇന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുവാനാണ് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ സമീപിക്കുന്നത് കാണും തോറും നാം അത് അധികമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. പല കാര്യങ്ങളുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചാമേ. സഹോദര പ്രീതിയിൽ തമ്മിൽ താഴി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് വേണ്ടി. നോക്കൂ, വെറുതെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, വാസ്തവമായി മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുവാൻ, മറ്റുള്ളവരുടെ ആശയത്തെ അംഗീകരിക്കുവാൻ അതിനുള്ള മനസ്സുണ്ടായിരിക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം. എന്താ ഈ തലമുറയുടെ പ്രത്യേകത? ഒന്ന് വായിച്ച് 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യരെങ്ങനെയായിത്തീരും? സ്വസ്നേഹികൾ. എനിക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. നോക്കൂ, ഈ തലമുറയിൽ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മൾ ഈ ലോകത്തിന്റെ മാതൃകയ്ക്കനുസരിച്ച് പോകുന്നവരാകുവാനല്ല, വൈരാഗ്യമുള്ളവനോട് വൈരാഗ്യം തീർക്കുമെന്ന് പറയുവാനല്ല,
ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ മുഖം വെട്ടിച്ച് പോകുന്നവരാകുവാനല്ല, മറിച്ച് എന്ത് ചെയ്യണമെന്ന് അന്യോന്യം ബഹുമാനിക്കുന്നതിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ ആദരിക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിവിൽ മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദ്രവ്യാഗ്രഹികളും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരുമായിരിക്കും. ആ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ അങ്ങനെ ആകുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വേദഭാഗം ഒന്ന് വായിച്ച്, പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ച്. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നറിഞ്ഞ് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് പറഞ്ഞ് അവർക്ക് ബഹുമാനം കൊടുപ്പി. ചില ആളുകൾ വിചാരം അവർക്ക് കളിക്കാനുള്ള ആളാ ഈ ഭാര്യ എന്ന. ഭാര്യ ശമ്പളം കൊണ്ട് തരുമ്പോൾ നല്ല സന്തോഷമാണ്, ബാങ്കിലോട്ട് ഇടുമ്പോഴും ഒരു ചെറിയ സന്തോഷമുണ്ട്. പക്ഷെ ബഹുമാനിക്കുന്ന കാര്യം വരുമ്പോഴോ നമ്മൾ അന്യോന്യം ബഹുമാനിക്കുന്നവരായിരിക്കണം. എന്താ അതിന്റെ പ്രാധാന്യമെന്നറിയാമോ? ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളോട്. ഈ കുവൈറ്റിലൊക്കെ യുദ്ധമുണ്ടായ സമയത്ത് ആരുടെ ആപ്പാതിലില്ലാതെ ഓടിയ ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാർ മാത്രമാണ്. ശരിയാണ് ഞാൻ പറഞ്ഞത്? ശരിയാണെങ്കിൽ ഇനിയിപ്പോ കുഴപ്പമോ? നോക്കൂ, ലോകത്ത് എവിടെ ചെന്നാലും ഇന്ത്യയുടെ എംബസി അല്ലെങ്കിൽ അവിടുത്തെ അംബാസിഡർ അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറില്ല. അവരുടെ ലോകത്തിലും അവരുടെ കാര്യങ്ങളിലുമാണ്. ഇന്ത്യയുടെ പൗരന്മാരെ ഇന്ത്യ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ പൗരന്മാരെ ബഹുമാനിക്കുവാൻ ലോകത്ത് പിന്നെ ഒരു ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ല. എന്തുകൊണ്ട് ഒരു അമേരിക്കൻ പൗരനെ ലോകത്തിലുള്ള മറ്റൊരു എംബസിക്കാരനും ഹറാസ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഒരു അമേരിക്കൻ പൗരനെ ലോകത്തിലുള്ള മറ്റൊരു രാജ്യത്തും ആളുകൾക്ക് ക്രമാതീതമായി ആക്ഷേപിക്കുവാനോ അവരെ പീഡിപ്പിക്കുവാനോ കഴിയുന്നില്ല? അമേരിക്കൻ ഗവൺമെന്റ് ഇവിടുത്തെ പൗരനോട് ബഹുമാനമായി ഇടപെടുമ്പോൾ അവൻ അർഹമായ പ്രാധാന്യവും അവന്റെ സ്വാതന്ത്ര്യവും അംഗീകരിച്ചു കൊടുക്കുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അത് ലഭ്യമാകുവാൻ അവൻ കടപ്പെട്ടവനാണ്. അതിനുള്ള അർഹത അവനുണ്ട്. അതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ബഹുമാനം കൽപ്പിക്കേണ്ട ആളുകളെ ബഹുമാനത്തോടെ കണക്കാക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ലോകത്തൊരിടത്തും പിന്നെ അവർക്ക് അംഗീകാരം ലഭ്യമാകുന്നില്ല. ലോകത്തൊരിടത്തും പിന്നെ ആരും അവരെ അംഗീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. നമ്മൾ അന്യോന്യം ബഹുമാനം കൊടുക്കുന്നവരായിരിക്കണം. സ്ത്രീജനം ബലഹീന പാത്രമാണ്. അപ്പോൾ തന്നെ അവർക്കൊരു പ്രാധാന്യം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? അവരെ കൃപയ്ക്ക് കൂട്ടവകാശികളാണെന്നറിഞ്ഞ് അവർക്ക് എന്ത് കാണിപ്പീൻ? അവരോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നവരാകണം എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ചില ഭാര്യമാരുടെ കടമ്പൽ തീരാത്ത ചോർച്ച പോലാണ്. അങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലിയോ ടോൾസ്റ്റോയ് ലോകത്തിലെ ഏറ്റവും വലിയ കഥാകാരനായിരുന്നു. ലോകത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബക്കറ്റ് വെള്ളം തന്റെ തലവഴങ്ങാനം അങ്ങൊഴിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? വലിയ ഇടിയും കൊള്ളിയാൻ കാർമേഘവും ഒക്കെ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഒരു പെരുമഴ വരുന്നുണ്ടെന്ന്. നോക്കൂ, ഏത് സാഹചര്യവും ഉണ്ടാകാം, എന്നാൽ നമ്മൾ ബഹുമാനിക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരാകുവാൻ മാത്രമല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം കൂടി ഒന്ന് വായിച്ച്, മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലയോ? അടുത്ത വാക്യം, ഞാൻ അപ്പനാകുന്നുവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ആരാ ചോദിച്ചിരിക്കുന്നതെന്നറിയാമോ? സർവശക്തനായ ദൈവം. പ്രകടനങ്ങളെ ദൈവസ്ഥലത്തിൽ അടയ്ക്കാം. ഞാൻ അപ്പനാകുന്നുവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? അപ്പോൾ ജനം തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾ ഏതിന് നിന്നെ ബഹുമാനിക്കാതിരുന്നു? വളരെ സർവശക്തനായ ദൈവം പറയുകയാണ്, എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നമ്മളെ ഭയത്തോടെ യഹോവയെ തേടിപ്പീൻ, ഹൃദയത്തോടെ
ഘോഷിച്ചുല്ലത്തിൻ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് സകല ബഹുമാനവും അർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആരാധന. ഹല്ലേലൂയ. നമ്മൾ അന്യോന്യം ബഹുമാനിക്കുന്നവരായിരിക്കണം. നമ്മൾ പരസ്പരം ബഹുമാനിക്കുവാൻ കടപ്പെട്ടവരാണ്. അതിനേക്കാളെല്ലാം ഉപരിയാണ് നമ്മുടെ ആരാധന പൂർത്തിയായിരിക്കുന്ന ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നത്? നമുക്ക് ബഹുമാനമുള്ള ആളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, അവരോടുള്ള ആദരവ് കാണിക്കാൻ. ഇവിടെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. ഒരു കൊച്ചൻ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞു ഇരിയടാവെന്ന് പറഞ്ഞു. അവനത് കേട്ടില്ല. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു, മൂന്നാമത് പറഞ്ഞു കുണ്ടിക്കരുതരും ഇരിക്കാൻ പറഞ്ഞു. ഉടനെ അവൻ ഇരുന്നിട്ട് പറഞ്ഞു ഇരിക്കുകയാണെങ്കിലും മനസ്സിൽ ഞാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മളിൽ പലരും ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെയാണ്. നമ്മൾ ഇരിക്കുകയാണ് എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്. പക്ഷെ നമ്മുടെ കിരീടങ്ങൾ നമ്മൾ നമ്മുടെ തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനമാനങ്ങൾ നമ്മൾ നമ്മുടെ തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള അഹന്ത നമ്മൾ നമ്മുടെ തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള പ്രതാപം നമ്മൾ നമ്മുടെ തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എന്ന് പോൽക്കാതെ നമുക്ക് എല്ലാ പ്രതാപങ്ങളും പഠിച്ചറിയാം. എന്ന് പോൽക്കാതെ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ ദൈവത്തിന് പഠിച്ചറിയാം. സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ബഹുമാനവും സ്തുതിയും സ്തോത്രവും എന്ന് പറഞ്ഞാൽ നമുക്ക് അർപ്പിക്കാം. നിങ്ങളുടെ പിതാവാകുന്നു ഞാനെങ്കിൽ, ഞാൻ നിങ്ങളുടെ അപ്പനാകുന്നുവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ എന്ന് സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മോട് വിളിച്ചു ചോദിക്കുന്നു. അവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിൻപിലാകുവാൻ ഇടയാകുന്നില്ല. നമുക്കിന്ന് വാൾക്കാലം വിളിച്ചു പറയാം, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഹല്ലേലൂയ, എന്റെ പ്രതാപങ്ങളൊന്നുമില്ല, എന്റെ ആരോഗ്യമൊന്നുമില്ല, എന്റെ സമ്പത്തൊന്നുമില്ല, ഈ ഭാഗത്തിൽ എന്റെ ആയുസ് വെറും ഒരു നിഴൽ പോലെ മാത്രമായിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഇത് ഞങ്ങളെ ഉപദേശിക്കാനേ. ഹല്ലേലൂയ. ഇത് പലകാലം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ